നമുക്കിന്നൊരു ക്രിസ്മസ് ഫെയറി ഹൗസ് ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനൊരു കാർഡ്ബോർഡിൽ കുറച്ച് മെഷർമെന്റ്സ് ഒക്കെ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ട്രയാങ്കുലർ ഷേപ്പിലുള്ളത് ഫ്രണ്ടും ബാക്കും, അതിന്റെ സൈഡിലുള്ളത് നമ്മുടെ സൈഡായിട്ടാണ് എടുക്കുന്നത്. നമുക്ക് എത്ര സൈസിലാണോ വേണ്ടത് അത്രയും മെഷർമെന്റ് കൂട്ടിയും കുറച്ചും കൊടുത്താൽ മതി കേട്ടോ. പിന്നെ എന്താ ലൈൻസിലൊക്കെ ഞാൻ ക്രാഫ്റ്റ് നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മുറിച്ചു കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് കട്ട് ചെയ്ത് പോകരുത് കേട്ടോ. അത് നമ്മൾ വളച്ചു കൊടുക്കുമ്പോൾ കറക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഞാൻ ആ ഒരു ലെയർ മാറ്റി കൊടുത്തിട്ടുണ്ട്, ആ ഒരു ടെക്സ്ചർ കിട്ടാൻ. കണ്ടോ, ഇപ്പൊ കാണുന്ന ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ കാർഡ്ബോർഡിന്റെ ലെയർ മാറ്റിയത്. ഇനി എന്താ, ആ രണ്ട് സൈഡും കൂടി അങ്ങ് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ മുകളിലെ മെഷർമെന്റ് എടുത്തിട്ട് നമുക്ക് ഒരു സീലിംഗും കൂടിയും വെച്ച് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ജനലും വാതിലൊക്കെ വേണ്ടേ, അപ്പോൾ അതൊക്കെ ഒന്ന് വേറൊരു കാർഡ്ബോർഡിൽ അരച്ച് നീറ്റാക്കി വെട്ടിയെടുത്തു കേട്ടോ. വെട്ടിയെടുത്തതിന് ശേഷം അതൊക്കെ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ എനിക്ക് സീലിംഗ് അത്ര വല്ലാണ്ട് ഇഷ്ടമായിട്ടില്ല, സോ ഞാനത് മാറ്റിയിട്ടുണ്ട്. നമുക്കൊരു ചിമ്മിണിയും കൂടിയും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് സൈഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അങ്ങ് നിന്നു. നെക്സ്റ്റ് നമുക്ക് കുറച്ച് പെയിന്റ് അടിച്ചെടുക്കാം. വല്ലാണ്ട് കാര്യമായിട്ട് പെയിന്റ് അടിക്കുന്നില്ല, ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് വേറൊരു കാർഡ്ബോർഡ് ബേസ് ആക്കിയിട്ടാണ്. സോ ക്രിസ്മസ് ആണല്ലോ, അപ്പോൾ ഒരു ക്രിസ്മസ് ട്രീയും കൂടി വെച്ചിട്ടുണ്ട്. മഞ്ഞിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് കോട്ടനാണ് എടുത്തേക്കണേ. സോ ഞാൻ കുറച്ച് ചെടിയും കൂടി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ചല്ലേ, അപ്പോൾ എന്തായാലും ഒരു വേലിയും കൂടി ആവാം. ഈ ക്രിസ്മസ് ട്രീ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മളെ കേടായിപ്പോയ ക്രാഫ്റ്റ് ഉണ്ടല്ലോ, അത് തന്നെ. ആ ക്രിസ്മസ് സീരീസിൻ്റെ വേറെ എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ അതും പോയി കണ്ടോ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.